ശുദ്ധാക്ഷരങ്ങളിലേക്ക് പ്രിയപ്പെട്ടവരെ വീണ്ടും സ്വാഗതം. ഇന്ന് ഒരു പഴങ്കവിത ചൊല്ലിക്കൊണ്ട് തുടങ്ങാം. നനച്ചേമ്പാതിയുള്ളതൊക്കെയും കനക്കെ കുഴികുത്തി നടയണമേ, കിഴക്കൻ കയ്പവിത്ത് പടവലം വഴിക്ക കുത്തിയിട്ട് പടർത്തണം, തണുപ്പേറുന്ന ദിക്കിലിവറ്റിന് കണക്കല്ല കുറഞ്ഞിടും കൈകളും, വിത്ത് നേരത്തെ പാകി മുളപ്പിച്ച് നിർത്തിടയണം വഴുതിന തയ്യമേ, അറച്ചീര ചെറുചീര വിത്തത് മറുത്തു തടം പാകി മുളപ്പിക്ക, തണ്ടൻ ചീര വിതച്ചാലും നട്ടാലും ഉണ്ടാക്കുന്നു വഴി പോലെ ദീർഘത്തിൽ, മുണ്ടൻ കൈപ്പക്ക വേനൽ വരിഷവുമുണ്ട് കായും വളരെ വർദ്ധിക്കുന്നു. ഏതോ നാമകീർത്തനം പോലെയൊക്കെ പുതിയ ജനറേഷൻ ആളുകൾക്ക് തോന്നിപ്പോകാം. ഇത് എഴുത്തച്ഛന് വളരെ വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ടിട്ടുള്ള കൃഷിഗീതയിലെ വരികളാണ്. അതായത് നമ്മുടെ നാട്ടിൽ കേരന്തിങ്ങും കേരള നാട്ടിൽ എങ്ങനെയായിരിക്കണം കൃഷി എന്നതിനെക്കുറിച്ച്, പച്ചക്കറി കൃഷിയുടെ ധർമ്മശാസ്ത്രത്തെക്കുറിച്ച് ഒരു കൃഷിഗീത തന്നെ ഉണ്ടായിരുന്നു, ഒരു മഹാകാവ്യം തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അതനുസരിച്ചായിരുന്നു നമ്മുടെ പോക്കും വരവും. ഈ പച്ചക്കറി കൃഷിയുടെ ധർമ്മശാസ്ത്രം അനുഷ്ഠിച്ചവരായിരുന്നു പഴയ തലമുറക്കാർ എല്ലാവരും തന്നെ. കാലവും കോലവും മാറി. ഇന്ന് പച്ചക്കറിയൊക്കെ വിഷം തീണ്ടിയ പച്ചക്കറികളാണ്. ഈ വിഷം തീണ്ടിയ പച്ചക്കറിയെക്കുറിച്ച് മലയാളിയെ വിഷം തീറ്റിച്ച് രോഗിയാക്കി മാറ്റുന്ന പച്ചക്കറി വിപണിയെക്കുറിച്ച് ഒരു പുസ്തകം എഴുതിയിരിക്കുന്നത് PK ജയചന്ദ്രൻ, മാതൃഭൂമി പബ്ലിക്കേഷൻസ്. ഈ പുസ്തകം വായിക്കുമ്പോൾ അല്പം പേടി തോന്നുന്നു, പുസ്തകം വായിച്ചു തീരുമ്പോൾ പേടി കൂടുന്നു. നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടി ഒരു ചെറിയ പുസ്തകം. പക്ഷെ ഒരു പേടിയുമില്ലാതെ വിഷമൊക്കെ അല്പാൽപമായി കഴിച്ച് ജീവിക്കുന്ന നമുക്ക് പേടിയുണ്ടാകുന്നത് നല്ലതാണ് എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. ആദ്യമേ തന്നെ ഒരു സ്ഥിതി വിവരക്കണക്ക്, ഒരു ചെറിയ സ്റ്റാറ്റിസ്റ്റിക്സ്. നമ്മുടെ ദഹനത്തിനും ശരീര വളർച്ചയ്ക്കും ആവശ്യമായ നാരുകളും ധാതു ലവണങ്ങളും ജീവകങ്ങളും അടങ്ങിയതാണ് പച്ചക്കറികൾ. ഓരോരുത്തരും ദിവസം തോറും 280 ഗ്രാം പച്ചക്കറി എങ്കിലും കഴിക്കണം. ഇത് ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ സയൻസ് പറയുന്നതാണ്. അതായത് ഓരോ വ്യക്തിയും ഓരോ ദിവസവും 280 ഗ്രാം പച്ചക്കറി എങ്കിലും കഴിക്കണം. പുതിയ കുട്ടികളൊന്നും പച്ചക്കറി കഴിക്കാറില്ല എന്ന ഒരു ഓർമ്മപ്പെടുത്തൽ കൂടി നടത്തുകയാണ് കൂട്ടത്തിൽ. അങ്ങനെ 280 ഗ്രാം പച്ചക്കറി ഒരാൾ ഒരു ദിവസം കഴിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് 25 ലക്ഷം ടൺ പച്ചക്കറി ആവശ്യമാണ്. എന്നാൽ നാം ഉൽപ്പാദിപ്പിക്കുന്നത് വെറും 5 ലക്ഷം ടൺ മാത്രം. 25 ലക്ഷം ടൺ വേണ്ടിടത്ത് 5 ലക്ഷം ടൺ മാത്രം നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നു. ബാക്കി മുഴുവൻ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്നു. പ്രതിവർഷം 1000 കോടിയോളം രൂപയാണ് പച്ചക്കറികൾക്ക് വേണ്ടി നാം മറ്റ് സംസ്ഥാനങ്ങൾക്ക് നൽകുന്നത്. ഇത് സത്യത്തിൽ നമ്മൾക്ക് ഏറ്റവും നിന്ദ്യമായി തോന്നേണ്ട ഒരു കാര്യം തന്നെയാണ്. വീണ്ടും കണക്കുകൾ. കേരളത്തിൽ പച്ചക്കറി കൃഷി ചെയ്യുന്ന 31,449 ഹെക്ടറിൽ 50% പാലക്കാട്, ഇടുക്കി, മലപ്പുറം, കൊല്ലം എന്നീ ജില്ലകളിൽ. ഹെക്ടർ ഒന്നിന് 12 മെട്രിക് ടൺ എന്ന തോതിൽ ഉൽപ്പാദനക്ഷമത കണക്കാക്കിയാൽ നമ്മുടെ പച്ചക്കറി ഉൽപ്പാദനം 8.25 ലക്ഷം മെട്രിക് ടൺ ആണ്. സംസ്ഥാനത്തിൻ്റെ ആവശ്യങ്ങൾക്ക് ഇത് തികയില്ല. ദൈനംദിന ആവശ്യങ്ങൾക്കായി അതുകൊണ്ട് അയൽ സംസ്ഥാനങ്ങളെ നാം ആശ്രയിക്കേണ്ടി വരുന്നു. സംസ്ഥാന പ്ലാനിംഗ് ബോർഡിൻ്റെ പച്ചക്കറി വികസനം സംബന്ധിച്ച ടാസ്ക് ഫോഴ്സ് റിപ്പോർട്ട് പറയുന്നത് 12ാം പഞ്ചവത്സര പദ്ധതിയുടെ അവസാനത്തോടെ അന്നത്തെ ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ 38.62 ലക്ഷം ടൺ പച്ചക്കറി കേരളത്തിന് ആവശ്യമായി വരുമെന്നാണ്. അപ്പോൾ നമ്മൾ വേണ്ട വിധത്തിൽ പച്ചക്കറിയൊന്നും കൃഷി ചെയ്തിറക്കുന്നില്ല. പ്രധാനമായും 12 ഇനം പച്ചക്കറികളാണ്
കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുക. അതിൻ്റെ അവാന്തര വിഭാഗങ്ങൾ വേറെയുണ്ട്. 35,000 പകരം പച്ചക്കറി കർഷകർ സംസ്ഥാനത്തുണ്ടെന്നാണ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് വകുപ്പിൻ്റെ കണക്ക്. ഈ കർഷകർക്ക് കൃഷിയോഗ്യമായ 48,153 ഏക്കർ ഭൂമിയുണ്ടെങ്കിലും കൃഷിക്കായി ഉപയോഗിക്കുന്നത് 17,472 ഏക്കറാണ്. കൈവശമുള്ള ഉപയോഗയോഗ്യമായ ഭൂമിയുടെ 36.28% മാത്രമേ അവർ ഉപയോഗിക്കുന്നുള്ളൂ എന്ന് സാരം. ഇതിൽ നിന്നുള്ള അവരുടെ ശരാശരി വരുമാനം പ്രതിവർഷം സെൻറ്റിന് 279 രൂപയും. ഇപ്പോൾ ശരിക്കും നമ്മളുടെ ശ്രദ്ധ പതിയേണ്ട ഒരിടമാണിത്. എല്ലാവർക്കും അവരുടെ തൊടിയിൽ തന്നെ പച്ചക്കറി ഉൽപ്പാദിപ്പിച്ച് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. ഇതിനെക്കുറിച്ചുള്ള ചിന്ത നമ്മെ ഗ്രസിക്കണം. കാരണം നാം അയൽനാട്ടിൽ നിന്നും കൈനീട്ടി വാങ്ങുന്ന പച്ചക്കറി വിഷം പൊതിഞ്ഞതാണ് എന്നൊരു ചിന്ത, എന്നൊരു വെളിപ്പെടുത്തൽ നമ്മുടെ മുന്നിലുണ്ടാകണം. അത് ഉണ്ടായിക്കഴിയുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ തന്നെ മൊത്തത്തിലൊരു മാറ്റം വരിക. ഇനി പ്രിയപ്പെട്ടവരെ, പേടിക്കുക, അല്പം പേടിയോടുകൂടി കേൾക്കുക. നമ്മൾ എല്ലാ ദിവസവും കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ മെനു ഞാനൊന്ന് വായിക്കാൻ പോവുകയാണ്. ഈ പുസ്തകത്തിലൊരു മെനു കൊടുത്തിട്ടുണ്ട്. അതനുസരിച്ച് കേരളീയൻ രാവിലെ കഴിക്കുന്നത് 2 സൈപ്പർമെത്രിനും ചായയും, ഉച്ചയ്ക്ക് ചോറിന് ക്ലോർപൈറിഫോസും പ്രൊഫൈനഫോസും കപ്പയും, വൈകുന്നേരം ചപ്പാത്തിയും ട്രയാസോഫോസും ക്യൂനാൽഫോസും. ഇതൊക്കെയാണ് നമ്മുടെ മെനു. ഇനിയിപ്പോൾ നിങ്ങളെന്നോട് ചോദിക്കും, ഈ പറഞ്ഞതൊക്കെ എന്തൊക്കെയാണ്? അതായത് കീടങ്ങളെ തുരുത്താനും ഈ വിള ഇനങ്ങൾ വളരാനുമൊക്കെ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന കീടനാശിനികളും രാസവസ്തുക്കളും ഒക്കെ ചേർത്ത്, ഈ രാസവസ്തുക്കളും കീടനാശിനികളും ഒക്കെ നമ്മൾ ദിനം പ്രതി കഴിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് വന്നുകൊണ്ടിരിക്കുന്നതെന്നർത്ഥം. എല്ലാ ദിവസവും അല്പാൽപമായി പച്ചക്കറികളിലൂടെ, പഴങ്ങളിലൂടെ നമ്മുടെ ഉള്ളിലെത്തുന്ന വിഷവസ്തുക്കളുടെ പേരുകൾ എണ്ണിയാൽ തീരില്ല. അതുകൊണ്ട് തന്നെ ശ്രവിക്കുന്നവരെ പേടിയോടുകൂടി കേൾക്കുക. ക്ലോർപൈറിഫോസ്, പ്രൊഫൈനോഫോസ്, ട്രയാസോഫോസ്, ക്യൂനൽഫോസ്, എഥയോൺ, മിഥൈൽ പാരഥയോൺ, സൈപ്പർമെത്രിൻ, സൈഹലോത്രിൻ, ഫെൻവാലറേറ്റ്, ഇതൊക്കെ കീടനാശിനികളാണ്. പേരുകൾ പറഞ്ഞ് ഒരു അമ്മാനമാടുന്നില്ല. ഇത്രയൊക്കെ കീടനാശിനികൾ അടിച്ച് ചില ചെടികൾക്ക് 5 മാസത്തിനുള്ളിൽ 53 വട്ടം രാസപ്രയോഗങ്ങളും കീടനാശിനി പ്രയോഗങ്ങളും നടത്താറുണ്ട്. അത്രേ 53 വട്ടം. അത് 5 മാസത്തിലൊരിക്കലാണ്. 5 മാസം കൊണ്ട് വിളവായി. ഈ 5 മാസത്തിനുള്ളിൽ 53 വട്ടം ഇത്രയ്ക്കേറെ കീടനാശിനി പ്രയോഗങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ അവയിൽ എത്രത്തോളം നമ്മുടെ ഉള്ളിലേക്ക് കടന്ന് കയറുന്നുണ്ട്. ഇനി നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന പച്ചമുളക്, സാമ്പാർ മുളക്, മല്ലിയില, വേപ്പില, അതുപോലെ തന്നെ ഉള്ളി, ഇതുപോലുള്ള എല്ലാത്തിലും വിഷം നിറഞ്ഞിരിക്കുകയാണ് എന്നാണ് വെളിപ്പെടുത്തൽ. 50,000 ടൺ കീടനാശിനിയാണ് ഓരോ വർഷവും നമ്മുടെ രാജ്യത്ത് ഉപയോഗിക്കുന്നത്. ഓർമ്മപ്പെടുത്തട്ടെ, 50,000 ടൺ കീടനാശിനി നമ്മുടെ രാജ്യത്ത് ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഇനി വേറൊരു കാര്യം, ഇവയിൽ പലതും രാജ്യത്ത് നിരോധിച്ചിട്ടുള്ളവയാണ്. ഇനി കീടനാശിനി ഇങ്ങനെ നിരന്തര പ്രയോഗം നടത്തുന്നതിൻ്റെ കാരണം സത്യത്തിൽ തമിഴ്നാട്ടുകാർക്ക് പോലും വ്യക്തമായിട്ട് അറിഞ്ഞുകൂടാ അവർ ഭയങ്കര അപകടകരമായ കീടനാശിനികൾ ഉപയോഗിക്കുകയാണെന്ന്. എന്നാൽ അറിവുള്ളവരുമുണ്ട്. ഞാനൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഇത് അടുത്ത കാലത്ത് പരിചയപ്പെട്ട ഒരു തമിഴൻ ജോലി അന്വേഷിച്ച് നാട്ടിലെത്തിയതാണ്. അയാളുടെ സ്വന്തം നാട്ടിൽ ഏക്കർ കണക്കിന് കൃഷിയിടങ്ങൾ അയാൾക്കുണ്ട്. അപ്പോൾ അയാൾ പറയുന്നു, 2 തരം കൃഷിയുണ്ട് വീട്ടിൽ. കേരളാവുക്ക് വേണ്ടി ഏക്കർ കണക്കിന് സ്ഥലത്ത് കൃഷി ചെയ്യുകയാണ്. അവിടെ നിറയെ രാസവളങ്ങൾ പ്രയോഗിക്കുന്നു, രാസപ്രയോഗങ്ങൾ, പിന്നെ കീടനാശിനികൾ ഒന്നൊഴിയാതെ ഉപയോഗിക്കുന്നു. പിന്നെ മുറ്റത്ത് ചെറുതായി അയാൾക്കും കുടുംബത്തിനും വേണ്ടി ഉണ്ട്. അപ്പോൾ അവിടുത്തെ കായ്കൾ ചിന്നക്കായാണ്. അതേസമയം കേരളാവുക്ക് വേണ്ടി രാസവളം ഉപയോഗിച്ച് കീടനാശിനി ഉപയോഗിച്ച് ശരിയാക്കിയെടുക്കുന്ന തോട്ടത്തിൽ വിളവ് വലുതാണ്, ഒരുപാട് വലുതാണ്. അയാൾ പറയുന്നു, അങ്ങനെയൊക്കെ ചെയ്യണം.
പിന്നെ ആ, സ്വന്തം ആവശ്യത്തിന് വേണ്ടി വിഷം ആരും ഉണ്ടാക്കില്ലല്ലോ എന്ന് അയാൾ ആശ്വസിക്കുകയാണ്. ഇതിങ്ങനെയൊക്കെ ചെയ്യുന്നത് ശരിയാണോ എന്ന് ചോദിക്കുമ്പോൾ തമിഴ് സിനിമയിൽ ഡയലോഗ് കടമെടുത്ത അയാൾ പറയുന്നു, ഏൻ വഴി തനി വഴി. അതങ്ങനെയൊക്കെ തന്നെയാണ്. സ്വന്തം വഴി, ഇപ്പം നടന്നു പോകുന്ന ഈ വഴി, അത് തനി വഴിയാണ്, അത് തന്നെയാണ് ശരി. ഇത് മനസ്സിലാക്കാൻ കേരളീയർക്ക് മാത്രമേ സാധിക്കാതെ ഇരിക്കുന്നുള്ളൂ. നമ്മളൊന്നും മനസ്സിലാക്കുന്നില്ല. നമ്മൾ പണ്ടത്തെ ആൾ പറഞ്ഞതുപോലെയാണ്, ഞാൻ ഉറങ്ങുകയാണ്, ഞാൻ കിനാവുകയാണ്, കാണുകയാണ്, ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ല, ഒന്നും കേട്ടിട്ടുമില്ല. ഇത് നമ്മൾ നമ്മളെ തന്നെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. മൊത്തത്തിൽ രാസവസ്തുവിൻ്റെ പ്രയോഗങ്ങൾ നിറഞ്ഞിരിക്കുകയാണ്. വിത്ത് മുളക്കാൻ രാസവസ്തു, ഇനി ചെടി വളർന്നു വരാൻ രാസവസ്തു ഉപയോഗിക്കും, പൂവിടാൻ രാസവസ്തു, പൂ കൊഴിയാതിരിക്കാൻ രാസവസ്തു, പിന്നീട് കായ്ക്കാൻ രാസവസ്തു, കായ വളരാൻ രാസവസ്തു, ഇനി വളർന്ന കായ പഴുപ്പിക്കാൻ രാസവസ്തു, പഴുത്തത് അഴുകാതിരിക്കാൻ രാസവസ്തു. മൊത്തത്തിൽ രാസതന്ത്രമാണ് നമ്മൾ പയറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇത് മനസ്സിലാക്കിയിട്ടും പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ രാസവസ്തുക്കളുടെ പിന്നാലെ വരുന്നു. സ്നേഹത്തോടെ ചില സുഹൃത്തുക്കളൊക്കെ പറയാറുണ്ട്, ഇതിനെക്കുറിച്ചൊന്നും കാര്യമായിട്ട് പറയാതിരിക്കുക, എന്നാലും ഒരു ദിവസം മരിക്കുമല്ലോ. അപ്പോൾ മരിക്കുന്നതിന് മുമ്പ് ഇത്രയേറെ കാര്യങ്ങൾ അറിയാതിരിക്കുന്നതാണ് നല്ലത്. പക്ഷേ അറിയുന്നതും നല്ലതാണല്ലോ, മരിക്കും മുമ്പെങ്കിലും. നമ്മളെപ്പോഴും ഉപയോഗിക്കുന്ന വഴുതനയിലും തക്കാളിയിലും പീച്ചിങ്ങ, പടവലങ്ങ മുതലായ എല്ലാ സാധനങ്ങളിലും ഒരുപാട് വിഷാംശങ്ങൾ നിറഞ്ഞിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കുക. നേരത്തെ പറഞ്ഞതുപോലെ കോളിഫ്ലവറിനും ക്യാബേജിനൊക്കെയാണ് 5 മാസം കൊണ്ട് വിളവെടുക്കുവാൻ വേണ്ടി 53 തവണയെങ്കിലും മരുന്നടിക്കുമത്രേ. 5 മാസത്തിനുള്ളിൽ 53 തവണ മരുന്നടിക്കപ്പെട്ടതിന് ശേഷമാണ് നമുക്കത് ലഭിക്കുന്നത്. ഇനി ഫ്രൂട്ട്സിൻ്റെ കാര്യത്തിൽ, ഫ്രൂട്ട്സിന് വളർച്ചയുടെ എല്ലാ ഘട്ടങ്ങളിലും മരുന്നടിക്കുന്നുണ്ട്, രാസവസ്തു പ്രയോഗങ്ങൾ നടത്തുന്നുണ്ട്. അതിനുശേഷം രാസവസ്തുക്കൾ അടങ്ങിയ ലായനിയിൽ മുക്കിയിട്ടാണ് നമുക്ക് വേണ്ടി അവർ കയറ്റി ഇങ്ങോട്ട് വിടുന്നത്. ഇനി മുന്തിരിയൊക്കെ നിങ്ങൾ കയ്യിലെടുക്കുമ്പോൾ വല്ലാത്തൊരു വെളുത്ത പാട് കണ്ടിട്ടുണ്ടാകാം. ആ പാടൊക്കെ വിഷമാണെന്ന് തിരിച്ചറിയണം. കാരണം ഒരുതരം പശയും കൂടി കൂട്ടിച്ചേർത്താണ് ഇപ്പോൾ വിഷലായനികൾ തയ്യാറാക്കുന്നത്. പറ്റിപ്പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ എത്ര കഴുകിയാലും പോവില്ല, അല്പമെങ്കിലും അതിൽ പറ്റിയിരിക്കും. അതുകൊണ്ട് പശ കൂടി ചേർക്കുകയാണ്. അപ്പോൾ ഈ പശ കൂടി കലർന്ന സാധനം 1-2 വട്ടം കഴുകിയത് കൊണ്ട് കാര്യമില്ല. ഒരുപാട് വട്ടം കഴുകിയാലും പശ അവിടെ ഇരിക്കും. അത് നമ്മൾ കഴിക്കുകയും ചെയ്യും. നമ്മുടെ ഉള്ളിലേക്ക് മുന്തിരിയുടെ രൂപത്തിൽ, മാമ്പഴത്തിൻ്റെ രൂപത്തിൽ, കൈതച്ചക്കയുടെ രൂപത്തിലൊക്കെ ഇതാ വിഷം വന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ സീസണും വേണ്ടി പൈനാപ്പിളൊക്കെ കൃഷി ചെയ്യുന്ന ഒരവസ്ഥയുണ്ട്. അതായത് ഇപ്പോൾ റമസാൻ സീസൺ ആയെന്ന് വിചാരിക്കുക. റമസാൻ സീസണ് ഏകദേശം ഒരു 30 ദിവസം കൊണ്ടൊക്കെ അതിൻ്റെ കായ് ശരിയായി വരണം. കൃത്യമായി വരാൻ വേണ്ടി ഒരുതരം ഹോർമോൺ ഇഞ്ചക്റ്റ് ചെയ്യുന്നു തുടക്കത്തിൽ തന്നെ. 30 ദിവസത്തിനുള്ളിൽ കായായി, കനിയായി, ഫലമായി നമ്മുടെ മുമ്പിൽ ഇതാ റെഡിയാവുന്നു. പക്ഷേ ഏതൊക്കെയോ ഹോർമോൺ ഇഞ്ചക്റ്റ് ചെയ്യപ്പെട്ട ഫാസ്റ്റ് ഫുഡ് പോലെയാണ് ആ ഭക്ഷണം എന്ന് തിരിച്ചറിയുക. വിഷം നമ്മുടെ മുമ്പിൽ പൈനാപ്പിളായിട്ട് അവതരിപ്പിക്കുകയാണ്. ഇനി ഈ പാക്കറ്റിൽ അടച്ചു വരുന്ന മസാലക്കൂട്ടിനങ്ങളൊക്കെ ശുദ്ധമാണെന്നൊന്നും കരുതരുത്. ഈ പാക്കറ്റിൽ അടച്ചിരിക്കുന്ന സുഗന്ധ വ്യഞ്ജനങ്ങളിലൊക്കെ തന്നെ കീടനാശിനികളും രാസവസ്തുക്കളും നിറഞ്ഞിരിക്കുകയാണ്. ഏറ്റവും തമാശ അറിഞ്ഞ കാര്യം, നമ്മളെപ്പോഴും യൂറോപ്പിനെയും അമേരിക്കയെയും അനുകരിക്കുന്നവരാണല്ലോ. അപ്പോൾ അവരുടെ രാസവസ്തുക്കളും കീടനാശിനികളൊക്കെയാണ് നമ്മൾ അനുകരിച്ചു തുടങ്ങിയത്. ഈ യൂറോപ്യൻ യൂണിയൻ പറയുന്ന ഒരളവുണ്ട്, ഇത്രയൊക്കെ ആകാം കീടനാശിനികൾ. പക്ഷേ അതിൻ്റെ 200 മടങ്ങ് കൂടുതലാണ് നമ്മളിവിടെ അടിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കീടനാശിനികളൊക്കെ ഉപയോഗിക്കാൻ നമ്മെ പഠിപ്പിച്ച യൂറോപ്യൻസ് ഇപ്പോൾ ഇന്ത്യൻ വസ്തുക്കൾ എടുക്കാൻ തയ്യാറല്ല. കാരണം പഠിപ്പിച്ച ആളുടെ നെഞ്ചത്തിന് ചവിട്ടിക്കൊണ്ട് അവർ പറഞ്ഞ അളവിലും 200 മടങ്ങൊക്കെ കീടനാശിനികൾ അടിച്ചിട്ടാണ് നമ്മൾ സാധനം എത്തിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് നിരോധനം വന്നിരിക്കുന്നു. വേണ്ട, ഞങ്ങൾക്ക് ഇത്രയ്ക്ക് വിഷലിപ്തമായ സാധനം വേണ്ട എന്ന് പറഞ്ഞ് മടക്കി അയക്കുകയാണ്. എന്നിട്ടും നമ്മളൊന്നും മനസ്സിലാക്കുന്നില്ല. ഇനി കീടനാശിനി കലർന്ന പച്ചക്കറികൾ സ്ഥിരമായി കഴിക്കുന്ന അമ്മമാരുടെ മുലപ്പാലിൽ പോലും വിഷാംശമുണ്ടത്രേ. അപ്പോൾ ആദ്യമായിട്ട് ദുഗ്ധം നുണയുന്ന കുഞ്ഞ് വിഷമാണ് നുണഞ്ഞെടുക്കുന്നത്. ആദ്യത്തെ
സ്നേഹത്തിൻ്റെ നീരിൽ പോലും വിഷം കലർന്നിരിക്കുന്നു. ഇനി ഇതൊക്കെ കേട്ടിട്ട് പേടിയാകുന്നില്ലായിരിക്കും നമുക്ക്. കാരണം നമുക്കിതൊക്കെ ശീലമായി തുടങ്ങി. ആദ്യമായിട്ട് ഭിക്ഷ യാചിക്കുന്ന മനുഷ്യന് അല്പം ബുദ്ധിമുട്ടുണ്ടാകാം. പതുക്കെ പതുക്കെ ഭിക്ഷ യാചിക്കുന്ന ഒരു ശീലമാകുന്നത് പോലെ ആദ്യത്തെ വിഷം എടുക്കുമ്പോൾ വിഷമുണ്ടാകാം. പിന്നെ പിന്നെ എല്ലാം ശീലമായി മാറുന്നു. എല്ലാം ശീലമായി മാറിക്കഴിയുമ്പോൾ ഒന്നിനെക്കുറിച്ച് നമുക്ക് ഭയമില്ല. എന്തെങ്കിലും ഒരു ദിവസം മരിക്കും മുമ്പ് നമ്മൾ അങ്ങനെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടേയിരിക്കും. പക്ഷേ വീണ്ടും അറിയേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. നമ്മുടെ നാട്ടിൽ 280% ക്യാൻസർ രോഗികളുടെ എണ്ണത്തിൽ വർധനവുണ്ടായി. പെട്ടെന്നങ്ങ് കേരള ക്യാൻസർ രോഗികളുടെ ഇടമായിട്ട് മാറി. 280% വർധനവ് എന്നൊക്കെ പറയുന്നത് നിസ്സാരമായ ഒരു വർധനവല്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ക്യാൻസർ മാത്രമല്ല, ധാരാളം രോഗങ്ങൾ നമ്മെ വേട്ടയാടാൻ തുടങ്ങി. അല്പാൽപമായിട്ട് വിഷമുള്ളിൽ ചെല്ലുന്നത് കൊണ്ടായിരിക്കാം മാരകമായ ക്യാൻസറസ് കോശങ്ങളൊക്കെ മനുഷ്യ ശരീരത്തിലേക്ക് കടന്നുകൂടുകയാണ്. നമ്മുടെ ഉള്ളിലേക്ക് വിഷം ചെന്ന് കഴിഞ്ഞാൽ അതിനെ തള്ളിക്കളയാനുള്ള പ്രതിരോധ ശക്തിയുണ്ട്. അല്പമാണ് വിഷമെങ്കിൽ. അപ്പോൾ എല്ലാ ദിവസവും സുശക്തമായ ഒരു സൈന്യം പോലെ നമ്മുടെ ഇമ്മ്യൂണിറ്റി, പ്രതിരോധ ശക്തി അത് എതിർക്കും. പക്ഷേ വിഷം ഒരുപാട് കൂടിപ്പോയാലോ പ്രതിരോധ ശേഷി നഷ്ടപ്പെട്ടു തുടങ്ങും. എല്ലാ ദിവസവും വിഷം കഴിച്ചാലോ പതുക്കെ പ്രതിരോധ ശേഷിയെ ഇല്ലാതായി വരും. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അല്പാൽപമായി കൊല്ലുകയാണ്. സുന്ദരമായൊരു ചൈനീസ് സിനിമയിൽ ഭർത്താവ് രാജാവാണ്, രാജ്ഞിയെ കൊല്ലാൻ ആഗ്രഹിക്കുകയാണ്. അല്പാൽപമായി അയാൾ തന്നെ നാട്ടുവൈദ്യ പ്രയോഗം നടത്തുകയാണ്. ഇവരുടെ ശരീരത്തിൻ്റെ ആരോഗ്യം രക്ഷിക്കാനെന്ന മട്ടിൽ അയാൾ നാട്ടുവൈദ്യത്തിൻ്റെ കുട പിടിച്ചിട്ട് നാട്യമണിഞ്ഞുകൊണ്ട് വിഷമാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഒരു തരം കൂൺ അയാൾ അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് അരച്ച് ഒരു തരം പാനീയമാക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നു. രാജ്ഞിക്കും അറിയാം, കൊടുക്കുന്ന രാജാവിനും അറിയാം, മറ്റാർക്കും അറിയില്ല. പക്ഷേ രാജ്ഞി തിരിച്ചൊന്നും പറയാനാവാതെ എല്ലാവരുടെയും നിർബന്ധത്തിന് വഴങ്ങി എല്ലാ ദിവസവും ഈ വിഷം കുടിച്ചുകൊണ്ടേയിരിക്കുന്നു. രാജാവ് കുടിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. അവർ മരിക്കുന്നത് വരെ അയാളങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കും. ഇത് തന്നെ നമ്മുടെയും അവസ്ഥ. നൽകുന്നവർക്കറിയാം വിഷമാണ് നൽകുന്നതെന്ന്, നമുക്കറിയാം വിഷമാണ് സ്വീകരിക്കുന്നതെന്ന്. എന്നിട്ടും അല്പാൽപമായി നമ്മെ തിന്നെടുക്കുന്ന വിഷമൊക്കെ തിന്നുകൊണ്ട് നമ്മളും മരണത്തിൻ്റെ വഴിയിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ രാസവസ്തുക്കളൊന്നും അകറ്റിക്കളയാൻ വേണ്ടി വൃക്കയും കരളുമൊക്കെ അഹോരാത്രം പണിയെടുക്കുന്നു. കുറച്ച് കഴിയുമ്പോൾ പാവങ്ങൾ തളർന്നു പോകുമ്പോൾ മാരക രോഗികളായി നമ്മൾ മാറുന്നു. ഇനി ക്യാൻസർ മാത്രമല്ല നമ്മെ തേടിയെത്തുന്നത്, ഹോർമോൺ പ്രശ്നങ്ങൾ ധാരാളമായിട്ടുണ്ടാകുന്നുണ്ട്. ഈ പ്രത്യുൽപാദന ശേഷിക്ക് വേണ്ട ടെസ്റ്റോസ്റ്ററോൺ ഹോർമോണുകൾ, അതിൻ്റെ പ്രത്യുൽപാദനത്തെ വളരെയധികം ബാധിക്കുന്നുണ്ട് ഈ വിഷപ്രയോഗം. സ്ഥിരമായി കീടനാശിനി പ്രയോഗം നടത്തുന്ന പാടങ്ങളിൽ ജോലി ചെയ്യുന്ന പുരുഷന്മാരിൽ ബീജത്തിൻ്റെ അളവും ശേഷിയും വളരെ കുറയാൻ സാധ്യതയുണ്ട്. ഇനി സംസാരശേഷി വികലമാകാം, അക്ഷരങ്ങൾ തിരിച്ചറിയാൻ കഴിയാതെ വരാം, നിറങ്ങളും അക്കവുമൊന്നും അറിയാൻ കഴിയാതെ വരാം, കുട്ടികളുടെ ബുദ്ധിപരമായ വളർച്ച മാറാം. ഇനി ജനിതക വൈകല്യങ്ങൾ ധാരാളമുണ്ടാകാം, ശ്വസന പ്രശ്നങ്ങൾ വരാം, അവയവങ്ങൾക്ക് നാശം വരാം, ത്വക്ക് രോഗങ്ങൾ അത് വളരെ കൂടിയിട്ടുണ്ട്, ത്വക്ക് രോഗങ്ങളൊക്കെ ഒരുപാട് കൂടാം. ഇതൊക്കെയാണ് നമുക്ക് ചുറ്റുമുള്ള കാഴ്ചകൾ നമ്മോട് പറഞ്ഞു തരുന്ന സത്യങ്ങൾ. ഇനി എന്തു ചെയ്യണം? ഒന്നാമത്തെ കാര്യം, ഉള്ളിടങ്ങളിലൊക്കെ സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ വളർത്തി തുടങ്ങുക. ജൈവ രീതിയിൽ നിങ്ങളുടെ മണ്ണിൻ്റെ സത്തയെ നശിപ്പിക്കരുത് രാസവളങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്. അല്പം നേട്ടത്തിന് വേണ്ടി കീടനാശിനികളും രാസവളങ്ങളൊക്കെ ഇട്ട് മണ്ണിൻ്റെ ആ നൈർമല്യവും അതിൻ്റെ സൗന്ദര്യവും നമ്മൾ കെടുത്തിക്കളയാണ്. മണ്ണിനെ കൊന്നതിന് ശേഷമാണ് നമ്മൾ കൃഷി നടത്തുന്നത്. അത് തന്നെ തെറ്റ്. ജൈവ രീതിയിൽ ചെറുതായിട്ടെങ്കിലും എല്ലാവരും കൃഷി ചെയ്ത് തുടങ്ങുക. ഇനി പുറത്തുനിന്ന് നമ്മൾ വാങ്ങിക്കുന്ന പച്ചക്കറികളൊക്കെ അതൊക്കെ ഒരല്പം കൂടി വൃത്തിയാക്കിയതിന് ശേഷം മാത്രം കഴിക്കുമെന്ന് തീരുമാനമെടുക്കുക. വിനാഗിരി ലായനിയിലോ വാളൻപുളി ലായനിയിലോ ഒക്കെ ഈ പച്ചക്കറികളൊക്കെ ഏതാനും മിനിറ്റുകൾ മുക്കി വെച്ച് വീണ്ടും പലവട്ടം കഴുകിക്കളഞ്ഞാൽ കുറേയൊക്കെ വിഷം മാറിപ്പോകും അത്രേ. ഇതൊക്കെ ഒന്ന് പരീക്ഷിക്കാവുന്നതാണ്. മല്ലിയിലയായാലും വേപ്പിലയായാലും എല്ലാം വിനാഗിരി ലായനിയിലോ ഈ പുളി
വെള്ളത്തിലോ ഇട്ട് കഴിഞ്ഞാൽ കുറേ ഏറെ രാസവസ്തുക്കളും വിഷവും മാറിപ്പോകും എന്നാണ് പറയുക. അതൊന്നും നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ സാധിക്കുന്നത്രയും ചെറുതായിട്ടെങ്കിലും കുടുംബ കൃഷി പ്രോത്സാഹിപ്പിക്കുക. 2014 ലോക കുടുംബ കൃഷി വർഷമായിട്ട് ആചരിക്കപ്പെട്ടിരുന്നു. കുടുംബകൃഷി എന്നുള്ളത് ഫാമിലി ഫാമിംഗ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് തന്നെ വീട്ടിലേക്ക് കൊണ്ടുവരാവുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങളുണ്ടാക്കിയെടുക്കുക. നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാമെങ്കിൽ പിന്നെ എന്തിനാണ് മറ്റാരോ വിഷം ചേർത്തുണ്ടാക്കിയത് നിങ്ങൾ അമൃതം പോലെ സ്വീകരിക്കുന്നു? ആരോ അന്നമായെന്ന് പറഞ്ഞ് വിഷം വച്ച് നീട്ടുമ്പോൾ നമ്മളെന്തിന് അന്നത്തിൻ്റെ പേരിൽ വിഷമെടുത്ത് കഴിക്കണം? ഈ ചോദ്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് നമുക്ക് പ്രകൃതിയുടെ നിർമ്മല ഭാവങ്ങളിലേക്ക്, പുലരിവട്ടങ്ങളിലേക്ക് നടന്നെടുക്കാൻ ശ്രമിച്ചു നോക്കാം. പേടിപ്പിച്ചെങ്കിൽ ക്ഷമിക്കുക. ചില പേടികൾ നല്ലതാണെന്ന് എനിക്കറിയാം. നമുക്ക് അല്പം പേടിക്കാം, പിന്നെ ജീവിതത്തെ നേരിട്ട് നോക്കാം, മനസ്സിലാക്കാം. എന്നിട്ട് യഥാർത്ഥ വഴികളിലൂടെ നടന്ന് പേടിയില്ലാതെ ജീവിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നല്ല യാത്ര നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.